വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 മാർച്ചിൽ നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആപ്ലിക്കബിൾ അല്ല, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ളതാണ്, ഡിലീറ്റഡ് പോർഷനാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ദി റിട്ടൺ എഗ്രിമെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് കോൾഡ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ് റിസൾട്ട് ആണ്. എഗ്രിമെന്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ എഗ്രിമെന്റിനെയാണ് എന്തെന്ന് പറയുക, പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. തേർഡ് ക്വസ്റ്റ്യൻ. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഹാപ്പൻസ് അറ്റ് ദി ടൈം ഓഫ് admission of a partner, retirement of a partner, death of a partner. ആൻസർ ഓൾ ഓഫ് ദീസ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പിന്റെ എഗ്രിമെന്റിൽ മാത്രം മാറ്റം വരുന്നു. ബിസിനസ് പുതിയ എഗ്രിമെന്റിന്റെ ബേസിൽ കണ്ടിന്യൂ ചെയ്യുക, അതിനെയാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, അമാൽഗമേഷൻ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇതെല്ലാം റീകോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ്. നമുക്ക് ഇവിടെ ആൻസർ ഓൾ ഓഫ് ദീസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ദി റേഷ്യോ ഇൻ വിച്ച് continuing partners share the profits of outgoing partner. അതായത് റിട്ടയർമെന്റിന്റെ സമയത്ത് ഔട്ട്ഗോയിങ് പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയർ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുന്ന റേഷ്യോ ഏതാണ്? ഇതാണ് ആൻസർ, ഗെയിനിങ് റേഷ്യോ. റിട്ടയർമെന്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗെയിനിങ് റേഷ്യോ ആണ്. ഒരാൾ പോയി കഴിയുമ്പോൾ ആളുടെ ഷെയറും കൂടി കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് കിട്ടുക, അവർക്ക് ഗെയിൻ ആണ്. ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേസമയം അഡ്മിഷന്റെ സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണിത്, സാക്രിഫൈസിങ് റേഷ്യോ. അപ്പൊ ഇത് രണ്ടും ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് നമുക്ക് ആപ്ലിക്കബിൾ അല്ല, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ആണ്, അത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. അടുത്ത 2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. How will you treat the following items in partnership accounts in the absence of partnership deed? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞില്ല എങ്കിൽ താഴെ പറയുന്ന ഐറ്റംസ് എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുക? നമ്മൾ 2 പോയിന്റാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6% ആണ്. ബാക്കി ഇപ്പം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അപ്പം എത്രയായിരിക്കും? നോ ആണ്. അതുപോലെ സാലറി ടു പാർട്ട്ണർ, അതൊക്കെ നോ ആയിട്ട് വരുന്നതാണ്. 2 പോയിന്റ് നോട്ട് ചെയ്താൽ മതി. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദി ജേർണൽ എൻട്രീസ് ഫോർ ദി ഫോളോയിങ് അറ്റ് ദി ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുമ്പോൾ, അവസാനിപ്പിക്കുമ്പോൾ, വൈൻഡപ്പ് ചെയ്യുമ്പോൾ വരുന്ന ജേർണൽ എൻട്രീസ്. ഫസ്റ്റ് വൺ, ഫോർ സെയിൽ ഓഫ് അസറ്റ്സ്, bank account debtor to realization account. Second one, for payment of realization expense. Journal entry, realization account debtor, bank account. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സേ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2021. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. സെക്കൻഡ് വൺ നോക്കാം. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, interest on capital is credited to. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് ആണുള്ളത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്യാപിറ്റൽ ബാലൻസ് മാത്രം എഴുതും. കറണ്ട് അക്കൗണ്ടിലാണ് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും എഴുതുക, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് സാലറി, കമ്മീഷൻ എക്സെട്ര എഴുതുന്നത് കറണ്ട് അക്കൗണ്ടിലാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In partnership firm, sacrificing ratio is usually calculated at the time of admission of a partner. Sacrificing ratio നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. The revaluation profit or loss at the time of death of a partner is shared. അതായത് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, പാർട്ട്ണറുടെ ഡെത്തിന്റെ സമയത്ത് റിവാലുവേഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യും? എല്ലാ പാർട്ട്നേഴ്സിനും ആണ് ഷെയർ ചെയ്യുന്നത്.
Then 2 marks questions. First question നമുക്ക് applicable അല്ല. Second question നോക്കാം. Write the 2 important rights acquired by a newly admitted partner. അതായത് ഒരു പുതിയ പാർട്ട്ണർക്ക് കിട്ടുന്ന 2 റൈറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് റൈറ്റ് ടു ഗെറ്റ് ഷെയർ ഇൻ അസറ്റ്സ്. അസറ്റിന്റെ ഷെയർ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതിനുവേണ്ടി ആൾ കൊണ്ടുവരുന്ന എമൗണ്ട് ആണ് ഇത് ക്യാപിറ്റൽ. ദെൻ രണ്ടാമത്തെ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഗെറ്റ് ഷെയർ ഇൻ പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ്സിന്റെ ഷെയർ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതിനാൾ കൊണ്ടുവരുന്ന എമൗണ്ട് ആണ് ഗുഡ് വിൽ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഔട്ട് 2 items not transferred to realization account from the asset side of the balance sheet at the time of dissolution of a firm. ഒരു ഫേമിന്റെ ഡിസൊല്യൂഷന്റെ സമയത്ത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാത്ത, അതായത് അസറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാത്ത 2 ഐറ്റത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യില്ല. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് അസറ്റ് സൈഡിൽ തന്നാൽ അതും എന്ത് ചെയ്യില്ല, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. 2022 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്നത് മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിലെ നമുക്ക് വേണ്ട. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് എമംഗ് ദി ഫോളോയിങ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദി ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് ഇതിലേതാണ്? ആൻസർ റിയലൈസേഷൻ അക്കൗണ്ട്. 3 അക്കൗണ്ടാണ് നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട്. ഇവിടെ നമ്മുടെ ആൻസർ റിയലൈസേഷൻ അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി പ്രൊപ്പോർഷൻ ഇൻ വിച്ച് എക്സിസ്റ്റിംഗ് പാർട്ട്ണർ സറണ്ടർ their share of profit in favor of newly admitted partner. ന്യൂലി അഡ്മിറ്റഡ് പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് സറണ്ടർ ചെയ്യുന്നത്, അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സാക്രിഫൈസിങ് റേഷ്യോ. അഡ്മിഷന്റെ സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സാക്രിഫൈസിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ കാണുന്നത് എപ്പോഴാണ്? റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിന്റെ സമയത്താണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ എമൗണ്ട് ഓഫ് ജനറൽ റിസർവ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. റിട്ടയർമെന്റിന്റെ സമയത്ത് ജനറൽ റിസർവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് എല്ലാ പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇയർലി അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനിൽ, ബിജു ആൻഡ് ചിത്ര were partners sharing profits and losses in the ratio 5:4:3. Biju retired from the firm. Gaining ratio of remaining partners will be 5:4:3 ആണ് അവരുടെ റേഷ്യോ. ബിജു റിട്ടയർ ചെയ്യുന്നു. ബിജുവിന്റെ ഷെയർ 4 ആണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളവരുടെ ഷെയർ എന്ന് പറഞ്ഞാൽ റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ ഷെയർ അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:3. ഇത് നമുക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദി അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പാർട്ട്ണർ. നമുക്ക് 2 അക്കൗണ്ട് തന്നിട്ടുണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ട്. നമ്മളുടെ ആൻസറുകൾ ഏതൊക്കെയാണ്? എ ഓൺലി, അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം. ബി ഓൺലി എന്ന് പറയുമ്പോൾ കറന്റ് അക്കൗണ്ട് മാത്രം. എ ആൻഡ് ബി, എയും ബിയും. അടുത്തത് എ ഓർ ബി. ആൻസർ ഏതാണ്? എ ആൻഡ് ബി. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും ഓരോ പാർട്ട്ണറുടെയും മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് ആൻസർ എ ആൻഡ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Complete the following equation. Dash ratio equals old ratio minus new ratio. Sacrificing ratio calculate ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഇത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇനി ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലോ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. Then fourth question. The ratio in which the continuing partners have acquired the share from the retiring partner is called. റിട്ടയറിംഗ് പാർട്ട്ണറുടെ ഷെയർ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൽ നിന്ന് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുന്ന റേഷ്യോ ആണ് ഇത് ഗെയിനിങ് റേഷ്യോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് all adjustments relating to partners' capital are shown in current account. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Anu, Binu and Sinu are partners sharing profits in the ratio of 1/2, 2/5 and 1/10. Sinu retires. The new ratio between Anu and Binu is. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 പേരുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 1/2, 2/5 ആൻഡ് 1/10. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം? സെയിം ആക്കണം. അപ്പോൾ ഇവിടെ ബിനു റിട്ടയർ ചെയ്യുന്നു. അപ്പോൾ അനുവിൻ്റെ സിനുവിൻ്റെ ഷെയർ 1/2 ആൻഡ് സിനു റിട്ടയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അനുവിന്റെയും ബിനുവിന്റെയും ഷെയർ എന്ന് പറഞ്ഞാൽ 1/2 is to 2/5 ആണ്. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേഷൻ നോക്കുക. അപ്പോൾ 1/2 is to 2/5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയായിട്ട് കിട്ടും? 5:4 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ 5:4 ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. The present value of a firm's anticipated excess earnings is called goodwill. Goodwillന്റെ ഡെഫിനിഷൻ ആണത്. Present value of a firm's anticipated excess earnings is goodwill. Then fourth question. Realization account is prepared at the time of dissolution of firm. അഡ്മിഷൻ, റിട്ടയർമെന്റ്, അതുപോലെ തന്നെ ഡെത്തിന്റെ സമയത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇത് റീവാലുവേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. 2023 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമുക്ക് നോക്കാം. മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് ഫേം ഇൻ ഇന്ത്യ ഈസ് 2013 ആക്ട് അനുസരിച്ച് നമുക്ക് എത്രയാണ്? മാക്സിമം നമ്പർ ഇന്ത്യയിൽ 50 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ സാജൻ, എ പാർട്ട്ണർ ഇൻ എ ഫേം, അഡ്വാൻസ്ഡ് ₹2 lakh ടു ദി ഫേം ആസ് എ ലോൺ. അപ്പോൾ ക്യാപിറ്റൽ കൂടാതെ 2 lakh ലോൺ ആയിട്ട് കൊടുത്തു. ഹി വിൽ ബി എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അറ്റ് -% if the partnership deed does not mention about interest rate. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റി ഒന്നും പറഞ്ഞില്ല എങ്കിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് 6%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ? അഡ്മിഷനുമായിട്ട് ബന്ധപ്പെടാത്ത ഐറ്റം. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ, റിവാല്യുവേഷൻ ഓഫ് അസറ്റ്സ്, ഇതെല്ലാം അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗെയിനിങ് റേഷ്യോ ആണ് ആൻസർ. അത് റിട്ടയർമെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ 2:3:1. ബി റിട്ടയേഴ്സ് ഫ്രം ദി ഫേം and partnership deed is silent about how A and C acquire the share of B. They will share the profits of B in new ratio. New ratioയിലായിരിക്കും അവരത് ഷെയർ ചെയ്യുന്നത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, നമുക്കിതിൽ നോക്കാം. Anu, Binu and Sinu are partners in a firm sharing profits equally. Binu retires from the firm on 31st March 2021.
ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഹാസ് എ ബാലൻസ് ഓഫ് റുപ്പീസ് 3 lakh ആഫ്റ്റർ മേക്കിംഗ് ഓൾ അഡ്ജസ്റ്റ്മെന്റ് ഓൺ ഹിസ് റിട്ടയർമെന്റ്. റിട്ടയർമെന്റ് സമയത്ത് എല്ലാ അഡ്ജസ്റ്റ്മെന്റിന് ശേഷം അയാളുടെ ബാലൻസ്, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എത്രയാണ്? 3 lakh ആണ്. But Anu and Sinu decided to pay him 3,25,000 as his final settlement. 3 lakh ആണ് അയാൾക്ക് ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്നത്. പക്ഷെ 3,25,000 കൊടുക്കാൻ അനുവും സിനുവും കൂടെ തീരുമാനിച്ചു. 25,000 paid to him in excess of his capital balance. ക്യാപിറ്റൽ ബാലൻസിനേക്കാൾ കൂടുതലായിട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണ് ഇത്. ഹിഡൻ ഗുഡ് വിൽ, അതായത് ബുക്കിൽ മെൻഷൻ ചെയ്യാത്ത ഗുഡ് വില്ലിനെയാണ് ഇതെന്ന് പറയാ ഹിഡൻ ഗുഡ് വിൽ.